കർത്താവേ. ദൈവമേ ഞങ്ങൾ അനാഥരായിരിക്കെ ദൈവമേ നീ ഞങ്ങളെ ദൈവം കർത്താവെ സ്നേഹിച്ചു ദൈവം കർത്താവെ. ഞങ്ങളെ വീണ്ടെടുത്തു ദൈവം കർത്താവെ. വൻ കൃപയോർ ദൈവം നന്ദി പറയുന്നു, സ്തുതിക്കുന്നു ദൈവം കർത്താവെ. ദൈവമേ ഞങ്ങളുടെ ബലഹീനതകളിൽ ദൈവമേ ഞങ്ങളോട് ദൈവമേ ശക്തിപ്പെടുത്തുന്ന ദൈവം ഞങ്ങളോട് സഹതപിക്കുന്ന ദൈവം കർത്താവെ. മഹാപുരോഹിതനായ ദൈവമേ ക്രിസ്തു ദൈവം ഞങ്ങളെ കൂടെ ഇരിക്കുന്നതിനെ ഓർത്ത് ദൈവം നന്ദി പറയുന്നു, സ്തുതിക്കുന്നു ദൈവം കർത്താവെ. ഞങ്ങളുടെ പാപങ്ങളെ ദൈവം ഞങ്ങളോട് ക്ഷമിച്ചു തരും ദൈവം കർത്താവെ. ഞങ്ങളെ ശക്തിപ്പെടുത്തും ദൈവം കർത്താവെ. ഈ ലോകത്തിലെ ദൈവമേ പ്രലോഭനങ്ങളെയും പ്രതിബന്ധങ്ങളെയും എല്ലാം ദൈവമേ അതിജീവിക്കുവാൻ ദൈവമേ ഞങ്ങളെ ഓരോ ദിനവും ദൈവമേ ശക്തിപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വൻ കൃപയോർ ദൈവം നന്ദി പറയുന്നു, സ്തുതിക്കുന്നു ദൈവം കർത്താവെ. ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനാൽ ദൈവം ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു ദൈവം കർത്താവെ. ദൈവമേ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലൂടെ കടന്നു പോയാലും ദൈവമേ, ഏത് വേദനയിലൂടെ കടന്നു പോയാലും ദൈവം കർത്താവെ, ദൈവം ഞങ്ങൾക്ക് ആശ്രയിക്കാൻ പറ്റുന്ന പാറയായി ദൈവമേ നീ ഞങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ടായിരിക്കുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കുന്നു ദൈവം കർത്താവെ. ഞങ്ങളുടെ പാറയും കോട്ടയും ദൈവം കർത്താവെ നീ ആവുന്ന കർത്താവെ. ദാവീദ് പാടിയതുപോലെ ദൈവമേ നീ ആകുന്ന ദൈവം കർത്താവെ ഞങ്ങളുടെ അഭയ കേന്ദ്ര ദൈവം കർത്താവെ. നീ ആകുന്ന ദൈവം ഞങ്ങളുടെ കോട്ട, ഞങ്ങളുടെ പാറ ദൈവം കർത്താവെ. ഞങ്ങൾക്ക് മറ്റാരിലും ആശ്രയിക്കുവാൻ സാധിക്കുകയില്ല ദൈവം കർത്താവെ. മനുഷ്യരിൽ ആശ്രയിക്കുന്നത് വ്യർത്ഥമെന്ന് വചനം പറയും ദൈവം കർത്താവെ. ഇന്ന് ദൈവം ഞങ്ങളുടെ ആശ്രയം ദൈവം എപ്പോഴും നിന്നിലാണുള്ളത് ദൈവം കർത്താവെ. ദൈവം കർത്താവെ നിന്നിൽ ആശ്രയിക്കുമ്പോൾ ദൈവം ഞങ്ങൾ ദൈവങ്ങൾക്ക് പ്രത്യാശ ഉണ്ടാകും ദൈവം കർത്താവെ. ദൈവം കർത്താവെ ഞങ്ങൾക്ക് ദൈവം കർത്താവെ വിജയം ഉണ്ടാകും ദൈവം കർത്താവെ. ഞങ്ങൾക്ക് ദൈവം എല്ലാ പ്രതിബന്ധങ്ങളെയും അതിജീവിക്കുവാൻ സാധിക്കും ദൈവം കർത്താവെ. നന്ദി പറയുന്നു, സ്തുതിക്കും ദൈവം കർത്താവെ. ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനയും കേട്ട് ദൈവം കർത്താവെ ഞങ്ങൾക്ക് ഉത്തരമല്ലുന്ന വൻകൃപയോർ ദൈവം നന്ദി പറയുന്നു, സ്തുതിക്കും ദൈവം കർത്താവെ. ഞങ്ങളുടെ പ്രാർത്ഥനകൾക്ക് ദൈവം കർത്താവെ നീ ചെവി കോർക്കും ദൈവം കർത്താവെ. അതിനോർത്ത് നന്ദി പറയുന്നു, സ്തുതിക്കും ദൈവം കർത്താവെ. മനുഷ്യർ ദൈവം ഞങ്ങൾ അവഗണിച്ചാലും ദൈവം കർത്താവെ ഞങ്ങളെ അവഗണിക്കാത്ത ദൈവം കർത്താവെ. ഞങ്ങളുടെ സ്നേഹസമ്പന്നായുള്ള പിതാവ് ദൈവം എപ്പോഴും ഞങ്ങളുടെ കൂടെ ഉള്ളതിനോർത്ത് ദൈവം നന്ദി പറയുന്നു, സ്തുതിക്കും ദൈവം കർത്താവെ. ക്രിസ്തു യേശുവിലൂടെ ദൈവം കർത്താവെ നീ ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ മഹത്തായ അനുഗ്രഹത്തെ ഓർത്ത് ദൈവം നന്ദി പറയുന്നു, സ്തുതിക്കും ദൈവമേ. ദൈവം കർത്താവെ നീ തന്നിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും നന്ദി പറയുന്നു, സ്തുതിക്കും ദൈവമേ. ഈ സമയം ദൈവമേ ഞങ്ങൾക്ക് ഇവിടെ ഒരുമിച്ച് കൂടി ദൈവമേ നിന്നെ പാട്ടുപാടി സ്തുതിക്കുവാനും മഹത്വപ്പെടുത്തുവാനും ദൈവമേ നിന്റെ വചനത്തിലൂടെ ദൈവം ഞങ്ങൾക്ക് നിന്നെ സ്തുതിക്കുവാനും ഈ അവസരത്തെ ഓർത്ത് നന്ദി പറയുന്നു. തുടർന്നുള്ള സമയത്ത് ദൈവം നിന്റെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ പ്രചോദിപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവം കർത്താവെ. വചനം കേൾക്കുമ്പോൾ ദൈവമേ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിച്ച് ജീവിതത്തിൽ മാറ്റം വരുത്തി മുന്നോട്ട് പോകാൻ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കും ദൈവം കർത്താവെ. ദൈവം കർത്താവെ വചനമാകുന്ന വാൾ ദൈവമേ ഞങ്ങളുടെ ഹൃദയത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ദൈവം കർത്താവെ അവിടെ ദൈവം കർത്താവെ മാറ്റം വരുത്തുവാൻ ദൈവം നീ സഹായിക്കണമേ. നിന്റെ പരിശുദ്ധാത്മാവിനാൽ അതിനെ ശക്തിപ്പെടുത്തണമെന്ന് പ്രാർത്ഥിക്കും ദൈവം കർത്താവെ. വൻകൃപ ദൈവം ഞങ്ങളുടെ മേൽ ചൊരിയണമെന്ന് പ്രാർത്ഥിക്കും ദൈവമേ. ഈ അവസരം ഒരുക്കിയ വൻകൃപയോർ ദൈവം നന്ദി പറയുന്നു, സ്തുതിക്കുന്നു. സകല ഞങ്ങൾക്ക് വേണ്ടി മരിച്ച കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു, കൃപയോടെ കേൾക്കണമേ. ദൈവത്തിന്റെ പരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും നമുക്ക് ഈ ദിവസം ഒരുമിച്ച് ഇങ്ങനെ കൂടി വന്ന് ദൈവത്തെ സ്തുതിപ്പാനും ബോധപ്പെടുത്തുവാനും ദൈവം ഇടയാക്കിയ ഈ വിലയേറിയ അവസരത്തിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യാം. കടന്നതെല്ലാ ദൈവമക്കളെയും ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഇന്ന് നമ്മുടെ മധ്യ പുതിയതായിട്ട് ഒരാൾ വന്നിട്ടുണ്ട്, ആൻസി. അവരുടെ പേര് ആൻസി ജോസഫ് എന്നാണ്.